ഇന്നത്തെ ഫുഡ് എന്തായാലും ഒരു മുതലായിരുന്നു കേട്ടോ. നമുക്ക് 50 തരം സാധനങ്ങളാണ് നമുക്ക് ഇന്ന് കഴിക്കാൻ പോണത്. സാലഡുകളൊക്കെ പലതരം സാലഡുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സമൂസ ഐറ്റംസ്, മുളക് ബജി അങ്ങനെയുള്ള ഐറ്റം, പിന്നെ സോസ് ഐറ്റംസ്, പിന്നെ റൈസ്, സാധാ റൈസ്, വെജിറ്റബിൾസിൻ്റെ കറികൾ, പൊട്ടാറ്റോൻ്റെ ഫ്രഞ്ച് റൈസ്, അതേപോലെ ഫ്രൈഡ് റൈസ്, പിന്നെന്താ തായ് പീനട്ട് ചിക്കൻ ഉണ്ട്. പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ട്. മട്ടൻ ബിരിയാണിയിലൊക്കെ ഓരോ വെറൈറ്റി ഐറ്റംസ് ആട്ടോ. അത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ ചിക്കൻ്റെ ഓരോ വെറൈറ്റി ഐറ്റംസാണ്. എന്താണെന്ന് തന്നെ വലിയ പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ചിക്കൻ്റെ വേറെ ഐറ്റംസ് ഒക്കെ വെറൈറ്റി സാധനങ്ങളാണ്. അതേമാതിരി ചിക്കൻ ബിരിയാണിയിലെ ഒരു വേറെ വെറൈറ്റി. പിന്നെ ഇതൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ബിരിയാണി ചെമ്പിന് അടപ്പില്ല, അതൊക്കെ വേണ്ടി വരും കേട്ടോ. എന്നാലേ അതൊക്കെ കൊള്ളുള്ളൂ. പിന്നെ മട്ടൻ കുറുമ അതിക്ക് വേണ്ട. പിന്നെ എന്താ ചിക്കൻ്റെ ബ്രോസ്റ്റ്, അതേമാതിരി മട്ടൻ പായ ഓരോ വെറൈറ്റി സംഭവങ്ങളാട്ടോ. ചിക്കൻ്റെ വേറെ വെറൈറ്റി, എന്താ പറയുക, വെറൈറ്റി സാധനങ്ങൾ ഏതെടുക്കേണ്ടത് തന്നെ വെച്ചില്ല. ഇതൊക്കെ തിന്നാൻ വയ്ക്കുമെന്നും അറിയില്ല. എന്തായാലും വേറെ ലെവലാണ് ഫുഡ്, അടിപൊളി ഫുഡുകളാണ്. ആദ്യം കുറച്ച് വെള്ളം കുടിക്കാം. നമ്മൾ മണലിൽ വെള്ളം വയ്ക്കുന്ന അരിയാണ്, അലിഞ്ഞു പോകും. എത്ര കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ ഞാൻ അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇവിടുന്ന് തുടങ്ങേണ്ടത് എനിക്കറിയില്ല. ഫസ്റ്റ് നമുക്ക് സാലഡിൽ നിന്ന് തുടങ്ങാം. അത് കുഴപ്പമില്ല. റൈസ് മരി നമുക്ക് ചിക്കൻ തുടങ്ങാം. നമുക്ക് കളി മുറുകെ പോലും വേണ്ട പറഞ്ഞമാതിരി ഒന്ന് കഴിയാൻ നല്ലത്. പിടിച്ചിട്ട് കൈ കടയാൻ തുടങ്ങി. അടിപൊളിയാണ്. ഒക്കെ കാണിക്കാൻ നേരം വൈകുന്നേരം രണ്ട് തൽക്കാലം നിർത്തും. കണ്ടൊരു അവസ്ഥ കഴിക്കട്ടെ. ഇവിടെ എന്താണ് പിടുത്തം വിട്ട ലെവൽ. എന്തൊക്കെ കഴിക്കണമെന്ന് വെച്ചില്ല. ഇവിടെ ഒരു സംഭവമാണ്. ഇതൊരു വെടിക്കെട്ട് നടക്കുന്നത്. തൃശ്ശൂർ പൂരമാണ് ഇവിടെ കേട്ടോ. തൃശ്ശൂർ പൂരം ചെറിയ പരിപാടിയല്ല. തൃശ്ശൂർ പൂരം ഇവിടെ നടക്കുന്നത്. മറ്റേ ലെവൽ ഒരു അടിപൊളി വെടിക്കെട്ടെന്നുണ്ട്. അത്രയ്ക്ക് തീറ്റയാണ്. ഒരു തലക്കെന്നാണ് കുളത്തിയാൽ മതി. നെറ്റെടുത്തുമ്പോഴേക്കും നമ്മളൊരു വായിക്കാൻ